ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ സ്കിൻ ടൈപ്പ് ആൾക്കാർക്കാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫേസ് മോയ്സ്ചറൈസർ ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഇപ്പം വേറെ സ്കിന്നിന് സ്യൂട്ടാണെന്ന് വെച്ചാൽ നമ്മൾ മേടിക്കാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറ്റുമെന്ന് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനത് എന്താ പറയുക അത് നമുക്ക് യൂസ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പേരെന്ന് വെച്ചാൽ ഈ ഒരു ഡെർമാക്കോയിന്റെ ഒരു ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇത് 100 ഗ്രാമിന്റെ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഞാനിപ്പോൾ 2 മാസമായിട്ട് ഇത് മേടിച്ചിട്ടുണ്ട്. ഇതിന് 349 അങ്ങനെ 349 അടുത്താണ് ഇതിന്റെ MRP വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അന്ന് മേടിച്ച സമയത്ത് എനിക്ക് അത്ര വന്നില്ല, പക്ഷേ 300 എത്ര സംതിങ്ങിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ആമസോണിൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നോക്കുമ്പോൾ 285 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ ഒരു കുഞ്ഞു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. 100 ഗ്രാം ആണ് വരുന്നത്. ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഓയിൽ ഫ്രീ ആണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് അങ്ങനെ സ്കിൻ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഉള്ളിൽ നമുക്ക് ആ ഒരു ഹൈഡ്രേറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും തോന്നും. ബട്ട് നമ്മൾ പുറത്തേക്ക് ചില സ്കിന്നിലൊക്കെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ പുറമെ ഇങ്ങനെ ഭയങ്കര ഓയിലി ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. ചില നമ്മൾ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ചില ഓയിലി സ്കിന്നിന് നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലത് അങ്ങനെ വരുത്താറുണ്ട്. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ആ ഒരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യും. പുറത്തേക്ക് പക്ഷെ നമുക്കിങ്ങനെ ഭയങ്കര ഓയിലി ഇഷ്ടമുണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് പുറത്തേക്കും ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പറ്റില്ല. അല്ലാണ്ട് നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണം, പക്ഷെ ഒരു ഓയിൽ ഫ്രീ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്കിത് ഡേ ടൈമിലും അതേപോലെ നൈറ്റിലും സ്കിൻ കെയറിൻ്റെ ആ ഒരു ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് എടുത്തിട്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഫേസിലേക്ക് നമുക്ക് ഫുൾ അപ്ലൈ ആവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ടും നമ്മൾ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ വേണം അതൊക്കെയാണ്. അതായത് നമ്മുടെ ഹ്യാലറോണിക് ആസിഡ്, അതേപോലെ തന്നെ സെറാമൈഡ്സ്, മൾട്ടി വിറ്റാമിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഹ്യാലറോണിക് ആസിഡ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക, അതായത് സപ്പിളാക്കുക, സോഫ്റ്റ് ആക്കുക, എന്താ പറയുക, നല്ല നമുക്ക് ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാവരുത്. അതാണ് ഈ ഒരു ഹ്യാലറോണിക് ആസിഡ് ചെയ്യുന്നത് കേട്ടോ. മോയ്സ്ചർ ലോക്ക് ചെയ്യുക, നമുക്ക് ആ ഒരു വാട്ടർ കണ്ടന്റ് നമ്മുടെ സ്കിന്നിൽ വെച്ചുകൊണ്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നമ്മുടെ ഹ്യാലറോണിക് ആസിഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു സെറാമൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, ഡ്രൈനെസ് വരുത്താണ്ട് സ്കിൻ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ഒരു സെറാമൈഡ്സും ചെയ്യുന്നത്. മൾട്ടി വിറ്റാമിൻസ് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്ത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാനായിട്ടുള്ള സംഭവമാണ്. എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് വരുത്താണ്ട് നോക്കാന്നൊക്കെയാണ് ഈ ഒരു മൾട്ടി വിറ്റാമിൻസ് കേട്ടോ. ഹെൽത്തി ആയിരിക്കുന്നതോടൊപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങൾ വരില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഈ ഒരു 3 വരുന്നത്. അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ വന്നിട്ട് ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സൾഫേറ്റ്സ്, അതേപോലെ തന്നെ മിനറൽ ഓയിൽസ്, പിന്നെ പാരബൻ, ഇതൊന്നും വരുന്നില്ല. അപ്പം ഇതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് സൾഫേറ്റ്, പാരബൻ, അതേപോലെ തന്നെ മിനറൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം നമുക്ക് സേഫ് ആയിട്ട് സ്കിന്നിന് പ്രശ്നമൊന്നും വരുത്താണ്ട് ഒരു നല്ല മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ എന്താ പറയുക നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതിന്റെ ചെറിയ പാക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ 50 ഗ്രാമിൻ്റെ 20 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 100 രൂപയ്ക്ക് സംതിങ് ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, സ്കിന്നിന് ചില ആൾക്കാർക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് സമയത്ത് ചില പറ്റില്ല, സെൻസിറ്റീവ് സ്കിന്നൊന്നും നമുക്ക് പറ്റില്ല. എനിക്ക് പൊതുവേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുത്താറുണ്ടായിരുന്നില്ല പ്രൊഡക്റ്റുകൾ. പക്ഷേ ഇതിന് മുൻപേ ഒരു വീഡിയോ ചെയ്തില്ലേ, ഒരു മോയ്സ്ചറൈസറിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡോക്ടർ ഷെഫ്സിന്റെ ആ ഒരു മോയ്സ്ചറൈസർ. അത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സ്കിന്നിൽ പിമ്പിൾസ് വന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, സ്കിന്നിൽ ഹൈഡ്രേറ്റ് അത് ആ ഒരു മോയ്സ്ചറൈസർ ഇതിന്റെ ധർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വേറെ ആ ഒരു പിമ്പിൾസ് എൻ്റെ മാറിയിട്ട് ഞാൻ ആ ഒരു ഡോക്ടർ ഷെഫ്സിന്റെ ആ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഒഴിവാക്കിയപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഫേസിൽ ആ ഒരു പിമ്പിൾസ് മാറി. നിങ്ങൾ അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇവിടെയൊക്കെ നിറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. പക്ഷെ അതിപ്പോൾ മാറിയിട്ടു. എനിക്ക് എന്താണെന്ന് അറിയില്ല, ആ ഒരു പ്രൊഡക്റ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ആർക്കെങ്കിലും ഈ ഒരു സെയിം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 കമൻറ്റ് ഞാൻ കണ്ടു. ചിലർക്ക് ഈ ഒരു ഒരു 1-2 പേർക്ക് കേട്ടോ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് പ്രശ്നം വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും കുറേ പേർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. മിക്കവാറും നമ്മൾ അതിൻ്റെ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ വളരെ നല്ലതാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മേടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ പാക്ക് കിട്ടുകയാണെങ്കിൽ അത് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക്
വലിയ പൈസ കൊടുത്താൽ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമുക്കത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ കളയണ്ട, അത്രയും പൈസ വെറുതെ പോകില്ല. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മോൾ എമൗണ്ടിൽ എത്രയാണ് കിട്ടിച്ചാൽ അത് മേടിച്ചിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പാക്കിങ്ങിലേക്ക് പോകാമല്ലോ. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം ഇതെന്ത് ചെയ്യുക, കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുക, അല്ല അപ്ലൈ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറയുക, എപ്പോഴും നിങ്ങൾ മോയ്സ്ചറൈസർ 2 നേരം ആയിരിക്കും. ഞാൻ മോയ്സ്ചറൈസർ എന്തായാലും കുളി കഴിയുന്ന സമയത്ത്, രാവിലെ വൈകുന്നേരം കുളിക്കുന്ന സമയത്ത് ആ ഒരു ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നമ്മളതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ആ ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ഞാൻ പണ്ടൊക്കെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഈ മോയ്സ്ചറൈസറിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ പണ്ട് ചിലപ്പോൾ അങ്ങനെ കമൻസ് കാണായിരുന്നു, നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും, നമ്മൾ നിറം കൂട്ടുമോ അതോ അല്ലെങ്കിൽ കറുത്ത പാടുകൾ മായ്ക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മുടെ മോയ്സ്ചറൈസർ ഒരിക്കലും അതിന് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ലോങ് റൺ കുറേ കാലം യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചിലപ്പോൾ ഡാർക്ക് സ്പോട്ടൊക്കെ ചെറിയ രീതിയിൽ ചിലപ്പം ഫെയ്ഡ് ആയിക്കോളാം. പക്ഷെ ഒരു ഉറപ്പില്ല, അവരെന്നെ പറയുന്നില്ല, ഒരു പ്രൊഡക്റ്റ് പോലും ഒരിക്കലും ക്ലെയിം ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഏതൊരു മോയ്സ്ചറൈസർ എടുത്ത് നോക്കിയാലും അതിൽ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്നതല്ലാണ്ട് അവർ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുന്നതല്ല, ഡാർക്ക് സ്പോട്ട് മാറ്റും, അങ്ങനത്തെ ക്ലെയിം ഒന്നും അവർ ചെയ്യാറില്ല. കാരണം മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതിലപ്പുറം അവർ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്, ഉണ്ടാവില്ല. ഇപ്പം നമുക്കിപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യണം. അതിനായിട്ടുള്ള ക്രീമോ അല്ലെങ്കിൽ സെറൊക്കെ ഉണ്ടാകും, അത് മേടിച്ച് യൂസ് ചെയ്യണം. അതുപോലെ പിമ്പിൾസിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അതിനായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാകും. അതിലൊക്കെ ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോ സ്കിൻ ഇഷ്യൂസ് അനുസരിച്ചും അതിന് യൂസ് ചെയ്യേണ്ട ആ ഒരു ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്കിൻ ഹൈഡ്രേറ്റ് ആക്കണം, മോയ്സ്ചറൈസ് ആയി വെക്കണം ഒക്കെ ആണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതായത് നമ്മൾ നിർബന്ധമായിട്ടൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് സ്കിൻ കെയറിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് ഫേസ് വാഷ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം മോയ്സ്ചറൈസർ എപ്പോഴും നമ്മുടെ സ്കിന്നിനെ നന്നാക്കി വെക്കാനായിട്ട്, എന്താ പറയുക, സ്കിൻ എപ്പോഴും നല്ലൊരു വൃത്തിയിലിരിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ അതിൽ കൂടുതൽ നമ്മൾ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് ചെയ്യില്ല. അപ്പം ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള സ്കിന്നിനെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ എനിക്കിപ്പോൾ ഫേവറേറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിനെപ്പറ്റി എനിക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാനായിട്ട് എനിക്കില്ല കേട്ടോ. ഇല്ല, നെഗറ്റീവായിട്ടൊന്നും എനിക്കതിനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം കുഴപ്പമില്ലാത്ത നല്ലൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഡെർമാക്കോയിൻ്റെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ അടുത്ത നിങ്ങൾക്ക് ഒരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു മാമകത്തിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. അത് എന്തായാലും ഒരു ജസ്റ്റ് പറഞ്ഞില്ല, മാമകത്തിൻ്റെ നമ്മുടെ ഒരു എന്തായിരുന്നു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട്, അല്ല ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാരണം നമുക്കത് മേടിച്ചാൽ എനിക്ക് തോന്നുന്നു 1-2-3 മാസം സുഖമായിട്ട് അത് പോകും. കുറച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഫേസ് നന്നായിട്ട് അത് ക്ലീൻ ആവാനുള്ള സംഭവമുണ്ട്. അത് മാമകത്തിൻ്റെ റൈസ് ഫേസ് വാഷാന്ന് തോന്നുന്നുണ്ട്, നല്ല സംഭവം. അപ്പം ഇതാണ് നമ്മളെ റിവ്യൂ ചെയ്യുന്നതിനെ പറ്റി ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.